ഇപ്പോൾ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് ബിഷപ്പ് ഹൗസിനുള്ളിലൊക്കെ പ്രതിഷേധം ശക്തമാവുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇപ്പോഴും വിമത വിഭാഗം വൈദികർ സെന്റ് മേരീസ് ബസിലിക്കയുടെ അകത്ത് തുടരുകയാണ്. സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ പോലീസും വിശ്വാസികളും തമ്മിലുള്ള വാക്കുതർക്കമാണ് നടക്കുന്നത്. ഈ വൈദികർക്കെതിരെ രാവിലെ പോലീസ് നടപടി സ്വീകരിച്ചതിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം രൂക്ഷമായിരിക്കുന്നത്. വൈദികരെ ഉൾപ്പെടെ പോലീസ് അതിക്രമത്തിന് ഇരയാക്കി മർദ്ദിച്ചു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. നിലവിൽ പോലീസുമായി ഈ വിശ്വാസികൾ ഗേറ്റിന് പുറത്ത് നിന്ന് പോലീസുമായി തർക്കത്തിലേർപ്പെടുകയാണ്. രാവിലെ മുതൽ തന്നെ സംഘർഷാവസ്ഥ രൂപപ്പെട്ടിരുന്നു. ആദ്യമെത്തിയ വൈദികരുമായൊക്കെ തന്നെ വിവിധ ഇടവകളിൽ നിന്നെത്തിയിട്ടുള്ള വൈദികരുമായി പോലീസ് രാവിലെ തന്നെ ചില ചർച്ചകൾ നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. SCPയുടെ നേതൃത്വത്തിൽ സമാധാന ചർച്ച നടത്താനുള്ളൊരു നീക്കം നടത്തിയെങ്കിലും പോലീസിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ശക്തമായ പ്രതിഷേധമാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. വൈദികർക്കെതിരെ നടപടി സ്വീകരിച്ചതിൽ കനത്ത പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോഴും പോലീസുമായുള്ള വാക്കേറ്റവും സംഘർഷ സാഹചര്യവും തുടരുന്നു. ഈ പ്രതിഷേധിക്കുന്ന 21ഓളം വൈദികരാണ് സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തെ ബിഷപ്പ് ഹൗസിനുള്ളിൽ പ്രവേശിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തത്. ഇവരെയാണ് പുലർച്ചയോടുകൂടി അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടി പോലീസ് എത്തിയത്. തുടർന്ന് പോലീസ് നടപടി സ്വീകരിക്കുകയും എന്നാൽ പിന്നീട് പിൻവാങ്ങുകയും ചെയ്തു. അതിനുശേഷമാണ് വിവരമറിഞ്ഞെത്തിയ വിശ്വാസികൾ ഇപ്പോൾ പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുന്നത്. സഹിൻ ആൻ്റണിയുണ്ട്. സഹിൻ, ഇപ്പോഴും ഈ സംഘർഷത്തിന് യാതൊരു തരത്തിലുള്ള അയവും വന്നിട്ടില്ല. ഇപ്പോൾ ഈ വാക്കുതർക്കം തുടരുകയാണ്. പോലീസുമായി കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് വിശ്വാസികൾ ഉള്ളത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എന്താണ് വിശദാംശങ്ങൾ? പ്രതിഷേധം തന്നെയാണ്. അതായത് തൊട്ടടുത്തുള്ള സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് മുന്നിൽ നിന്നും വിശ്വാസികൾ വീണ്ടും ബിഷപ്പ് ഹൗസിലെ മുന്നിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് അതിന്റെ ഗേറ്റ് തകർത്തകത്തേക്ക് കയറാനുള്ള ശ്രമം വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനെ പോലീസ് ചെറുക്കുകയാണ്. മാത്രമല്ല സെന്റ് മേരീസ് ബസിലിക്കയിൽ ഒരു വിവാദം നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെന്റ് മേരീസ് ബസിലിക്കയിൽ നിന്നും മാറുവാൻ ആളുകൾ തയ്യാറായത്. പക്ഷേ ഇപ്പോൾ അവർ തൊട്ടടുത്തുള്ള ബിഷപ്പ് ഹൗസിലെ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കയറാനുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഇതിനെ സംഘടിതമായി തന്നെ പോലീസ് ചെറുക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല ഇതിനിടയിൽ ബിഷപ്പ് ഹൗസിനകത്തുള്ളവരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ പ്രതിഷേധം നടക്കുന്നത്. ഒപ്പം തന്നെ സെന്റ് മേരീസ് ബസിലിക്കയിലേക്ക് മാറ്റിയ വിമത വൈദികരെ തിരികെ കയറ്റണം എന്നുള്ള ഒരു ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോഴും ഈ തർക്കം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിശ്വാസികൾ പല ഭാഗങ്ങളിലായി ഒന്ന് ബിഷപ്പ് ഹൗസിന് മുന്നിലും മറ്റൊന്ന് സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് മുന്നിലും അങ്ങനെ മാറി മാറി വിശ്വാസികൾ നിൽക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഗേറ്റ് തകർക്കാനുള്ള ഒരു നീക്കം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗേറ്റ് തകർത്ത് തങ്ങളെ അകത്തേക്ക് കയറ്റണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം. പുരോഹിതരടങ്ങുന്ന ഒരു സംഘം അകത്തേക്ക് കയറാനുള്ള ഒരു നീക്കമാണ്. അകത്തേക്ക് കയറാൻ തന്നെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും സംഘർഷഭരിതമാകുന്നു. പോലീസ് ലാത്തിയെടുത്തടിക്കാൻ തുടങ്ങി. ഇപ്പോൾ വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. വിശ്വാസികളെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല. ഗേറ്റ് തകർക്കാനുള്ളൊരു നീക്കം തന്നെയാണ് അവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ പോലീസ് അവരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു നീക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോ എന്താ ഒരു തീരുമാനം ഇപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ വൈദിക സമിതി സെക്രട്ടറി കുര്യാക്കോസ് മുണ്ടാണൻ അച്ഛനെ കളക്ടർ വിളിച്ചു. ഞങ്ങൾ കോൺടാക്ട് വിളിച്ചിട്ട്
രാവിലെ ഉണ്ടായ അനീതിപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. ഒരു വാറണ്ടും കൂടാതെ ഞങ്ങളുടെ ഹൗസിൽ നിന്ന് ഞങ്ങളുടെ അച്ഛന്മാരെ പുറത്താക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ കളക്ടർ ഇടപെടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അച്ഛന്മാർ അല്പസമയം പാലിച്ചു നിൽക്കുന്നു. അതുതന്നെയാണ് കളക്ടർ ഇടപെടാം എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത് ഗൗതം. അതുകൊണ്ട് അല്പസംയമനം പാലിക്കുന്നു എന്ന് പറയുമ്പോഴും ഇവിടെ വിശ്വാസി സമൂഹം ഒരു വിഭാഗം ആ ഗേറ്റ് തകർക്കാനുള്ള ഒരു നീക്കം നടത്തുകയാണ്. പുരോഹിതർ ഇപ്പോഴും അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ വിശ്വാസ സമൂഹം ഇപ്പോഴും ഇത് തകർത്തകത്തേക്ക് കയറാനുള്ള ഒരു നീക്കമാണ് ഗൗതം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ കാണുന്നത് പോലെ തന്നെ ഗേറ്റ് തകർക്കാൻ തന്നെയാണ് ഇവർ ശ്രമിക്കുന്നത്. അകത്തേക്ക് കയറുക. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ഫാദർ ഉൾപ്പെടെ പറയുന്നത് കളക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്, അതിനുശേഷം ഒരു നടപടി ഉണ്ടാകുമെന്നാണ് കളക്ടർ ഉറപ്പ് നൽകിയത് എന്നാണ്. അപ്പോൾ അത്തരമൊരു സമവായത്തിനോടുകൂടി മാത്രമല്ലേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. പോലീസ് നേരത്തെ ചർച്ചകൾക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ അത് നടന്നിരുന്നില്ലല്ലോ. വിശ്വാസികൾ കടുത്ത പ്രതിഷേധമാണല്ലോ രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇത്തരമൊരു ചർച്ചയ്ക്കൊടുവിൽ മാത്രമല്ലേ ഒരു പരിഹാരം ഉണ്ടാകുള്ളൂ. എന്താണ് അത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അതുതന്നെയാണ്. എന്തായാലും കളക്ടർ ഒരു സമവായത്തിനും ഒരു ചർച്ചയ്ക്ക് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അപ്പോഴും വിശ്വാസ സമൂഹത്തിലെ ഒരു വിഭാഗം കളക്ടർ ചില നിർദ്ദേശങ്ങൾ നൽകും എന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്ക് വെക്കുന്നു. എന്തായാലും ഫാദർ വട്ടോളിയച്ചൻ തന്നെ ചേരുകയാണ്. വട്ടോളിയച്ചൻ എന്താണ് ഇപ്പോൾ പറയുന്നത്? 17 ക്രിമിനൽ കേസിലെ പ്രതിയായിരിക്കുന്ന ഒരാളെ അവിടുന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടക്കുന്നത്. അങ്ങനെ സമാധാനമായി സമരം നടക്കുന്ന ആ സ്ഥലത്ത് നിന്നാണ് വൈദികരെ പിടിച്ചു മാറ്റിയത്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തിരിച്ച് ആ വൈദികരെ ഇവിടെ കൊണ്ടുവരണം. ഒന്നിനെയും അറസ്റ്റ് ചെയ്ത് അവരെ മാറ്റുക, അല്ലെങ്കിൽ തിരിച്ച് അവരുടെ ഈ ഭവനത്തിലേക്ക് വരാൻ അനുവദിക്കുക. ഇതാണ് നമ്മുടെ ഡിമാൻഡ്. ഇപ്പോൾ കളക്ടർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കളക്ടർ ഇടപെടാമെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഒന്നില്ലെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്തേക്കുക, തേമ തെറ്റി അറസ്റ്റ് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുക. അപ്പോൾ കളക്ടർ ഇടപെടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു സമവായമാകും എന്ന് പ്രതീക്ഷിക്കാം. അത് പ്രതീക്ഷിക്കാം. അതുതന്നെയാണ്. എന്തായാലും ഒരു സമവായമാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരെല്ലാവരും ഉള്ളത്. ഇപ്പോൾ ഈ വിശ്വാസ സമൂഹം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവർ ഒരു തീരുമാനമാകുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരും തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ അടക്കമുള്ള ആളുകൾ കളക്ടറുമായി ഒരു കൂടിയാലോചന നടത്തിയതിന് ശേഷം മാത്രമേ ഇനി അടുത്ത ഒരു തീരുമാനം ഇത് സംബന്ധിച്ച് ഉണ്ടാകുകയുള്ളൂ. പക്ഷേ അപ്പോഴും വിശ്വാസികളും പുരോഹിതരും ഒന്നും പിരിഞ്ഞു പോകുന്നില്ല. അവർ ഒരു കൂട്ടമായി ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. എല്ലാ ഇടവകളിൽ നിന്നുമുള്ള പുരോഹിതർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യുദ്ധ സമാനമായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. ഒരു ഭാഗത്ത് ക്ഷുഭിതരായ വിശ്വാസികളുണ്ട്, മറുഭാഗത്ത് പുരോഹിതർ അടങ്ങുന്ന ഒരു സംഘം അവരെ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു നീക്കത്തിലേക്ക് എത്താൻ പുരോഹിതർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കളക്ടറുമായിട്ടുള്ള ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ ഇതിലൊരു തീരുമാനമാകുകയുള്ളൂ. ആ തീരുമാനം എന്തു തന്നെയായാലും അത് ഒരുപക്ഷെ സഭയ്ക്ക് ഗുണം ചെയ്യുന്നതായാലോ അല്ലെങ്കിൽ പുരോഹിതർക്ക് ഗുണം ചെയ്യുന്നതായാലോ ഈ തർക്കം എങ്ങും പരിഹരിക്കാൻ കഴിയില്ല. പകരം ഈ തർക്കത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ആ തീരുമാനത്തിലെത്തണമെങ്കിൽ സ്വാഭാവികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുരോഹിതർ പറയുന്ന ജനാഭിമുഖ കുർബാന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സമവായത്തിലാകേണ്ടിയിരിക്കുന്നു. നേരത്തെ അൾത്താർ അഭിമുഖ കുർബാന വേണമെന്നുള്ളത് തന്നെയാണ് കാനോൻ നിയമം അനുസരിച്ച് സഭ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ സഭാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം. ഈ ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കാൻ പുരോഹിതരോ വിശ്വാസികളോ തയ്യാറല്ല. അവർ ജനാഭിമുഖ കുർബാന വേണം എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ ജനാഭിമുഖ കുർബാനയിലേക്ക് ഇവരെത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും നമ്മൾക്ക് പറയാൻ കഴിയുക. മാത്രമല്ല 21 പുരോഹിതർ ഇപ്പോഴും തൊട്ടടുത്തുള്ള സെൻറ്റ് മേരീസ് ബസിലിക്കയിൽ സമരത്തിലാണ്. ആ 21 പുരോഹിതരുടെ സമരം അവസാനിപ്പിക്കണമെങ്കിൽ അവരെ ഒന്നുകിൽ ബിഷപ്പ് ഹൗസിലേക്ക് കയറാൻ അനുവദിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക. ഇത് രണ്ടാണേലും പോലീസ് വലിയ സമ്മർദ്ദത്തിലേക്ക് പോകേണ്ടി വരും. ഒന്നില്ലെങ്കിൽ അവരെ ബിഷപ്പ് ഹൗസിലേക്ക് കയറാൻ പോലീസ് അനുവദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും സഭാ നേതൃത്വം വലിയ എതിർപ്പിലേക്ക് പോകും. അല്ലെങ്കിൽ മറ്റൊന്ന്, ഇപ്പോൾ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ അടക്കമുള്ള ആളുകൾ വിശ്വാസികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് സംസാരിക്കുമ്പോൾ അവർ കൃത്യമായ ഒരു മറുപടി. ഇപ്പോൾ കുർബാന തർക്കത്തിന്മേലുള്ള പ്രതിഷേധം, അതുമായി ബന്ധപ്പെട്ട് വൈദികരെ പോലീസ് നടപടി സ്വീകരിച്ചതിൽ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോഴും കളക്ടർ നടത്തുന്ന യോഗത്തിന് ശേഷം അല്ലെങ്കിൽ കളക്ടറുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ പ്രതിഷേധത്തിൽ അയവുണ്ടാവുക, അതിൽ അന്തിമമായൊരു തീരുമാനമുണ്ടാകുക. ഇപ്പോൾ വിശ്വാസികൾ ഒരു പക്ഷത്തും വൈദികർ മറുപക്ഷത്തും നിൽക്കുന്നുണ്ട്. ഇടയിൽ പോലീസ്
ഇവർ പ്രതിരോധിക്കുന്നുണ്ട് ഈ പ്രതിഷേധത്തെ. ഒന്നുകിൽ വൈദികരെ അറസ്റ്റ് ചെയ്ത് നീക്കുക, അല്ലെങ്കിൽ അവരെ ബിഷപ്പ് ഹൗസിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കുക എന്ന ആവശ്യങ്ങളാണ് സമരക്കാർ അല്ലെങ്കിൽ വിശ്വാസികൾ പ്രതിഷേധിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ കളക്ടറുടെ ഇടപെടൽ കൊണ്ട് നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിലൂടെയായിരിക്കും സമവായം കണ്ടെത്തുക.